ചെറുതെങ്കിലും കണ്ടു നിറഞ്ഞു പോയി. കാരണം ഈ പാട്ട് ചേർത്ത് വെച്ചിട്ടുള്ള പാടുന്ന നെഞ്ചിനോട് ആണ് കാര്യം. അപ്പൊ അങ്ങനെ സന്തോഷം. നമുക്ക് ഈ ഒരു ചെറിയൊരു പരിപാടിയിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ചെറിയ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിത് ഓർഗനൈസ് ചെയ്തത് അത്യാവശ്യം ശരിക്കൊന്നും അറിയില്ല. ഞാൻ ആദ്യം രാജേച്ചിനെ വിളിച്ചു. അത്യാവശ്യം അത് ഇവരൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം ഒന്ന് മനോഹരാക്കുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സഹകരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുള്ള ഒരു വലിച്ചു പിടിക്കുന്നു. ഈ സമയത്തുണ്ട് കയറുപടി പറയണം. വലിച്ചു പിടിക്കാൻ പോലെ തോന്നി എല്ലാവർക്കും. ശരിയാണെങ്കിലും മക്കളാണെങ്കിലൊക്കെ കാര്യങ്ങൾ ചെയ്യണത്. ശരി, ഇങ്ങനെ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ശൂന്യതയിലേക്ക് നീലിമയിലേക്ക് കടന്നു പോകുന്നത്. ഓരോ പ്രണയമാണ് സത്യത്തിൽ ഇപ്പോൾ നടക്കാതിരിക്കാം. മറക്കുമ്പോഴുള്ള പ്രയാസം 1000 ഇരട്ടിയിട്ട് വർദ്ധിച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ന് പറയും നമ്മള് ഇതൊക്കെ പറയും. പക്ഷെ ആളെ ഞാൻ കാണാൻ വരുന്നു. എല്ലാവരും തന്നെ ഒന്നാന്തരം കലാകാരന്മാർ കൂടിയാണ് എന്നുള്ളതും ഏറ്റവും വലിയ സന്തോഷമാണ്. അങ്ങനെയുള്ള ആളുകൾ ഒത്തുകൂടാൻ ഒരു നിമിത്തം ഉണ്ടാവുക. അതിനെ തുടർന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ ഉള്ള പദ്ധതികളായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പദ്ധതി വളരെ കഴിവുള്ളതാണ്. ഇങ്ങനെ ഏത് തരത്തിലും ഓർഗനൈസേഷൻ ഇഷ്ടപ്പെട്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഇത് നല്ലൊരു ഓർഗനൈസറാണ് എന്ന കാര്യത്തിലൂടെ എനിക്ക് ബോധ്യമായി. അപ്പോൾ എന്തായാലും മനസ്സിലൊരു ദിവസം പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനയുടെ ഇടയിൽ കേക്ക് മുറിക്കാം. അപ്പോൾ ആ സമയത്ത് തുടങ്ങി പാട്ട് തുടങ്ങി കഴിഞ്ഞ് തുടങ്ങി അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് തുടങ്ങാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണടച്ച് കഴിയുന്നു. അതിനോദ്യമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോനായ ദൈവമേ, ഈ സമയത്ത് ജന്മദിനത്തിൻ്റെ ഓർമ്മകൾ പോലുമില്ലാത്ത ഒരു മാസം പായസമോ കേക്കോ ആസ്വദിക്കാത്ത എത്രയോ കുഞ്ഞുമക്കൾ നിങ്ങളുടെ മക്കളുണ്ട്, വേദനിക്കുന്നവരുണ്ട്. അവർ നിങ്ങൾ ഓർക്കുന്നു. ഒരുപക്ഷെ പ്രാർത്ഥനയും ഫലമുള്ളതാകുന്നത് അവരെ പോലും ഓർക്കുന്നതും അവർ സന്ദർശിക്കുന്നതാണ്. നിങ്ങളുടെ തുല്യമായ ഈ സ്നേഹത്തിന് ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ കേക്ക് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം അത് മുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ അതേ സ്നേഹം ലോകമെമ്പാടും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം മനസ്സിലെ പ്രാർത്ഥിക്കുന്നു. ജന്മദിനമായി ഫ്രാൻസിസ് അസീസി, ആശംസകൾ നേരുന്നു ഞങ്ങൾ സ്നേഹത്തോടെ. ഈ വർഷം മുഴുവൻ സന്തോഷം നിറയട്ടെ, പുതിയ സ്വപ്നങ്ങൾ പണിയട്ടെ, 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണട്ടെ. ഫ്രാൻസിസ് അസീസി ജന്മദിനാശംസകൾ. ഫ്രാൻസിസ് അസീസി ജന്മദിനാശംസകൾ. ജന്മദിനമാണിന്ന് ഫ്രാൻസിസ് അസീസി, ആശംസകൾ നേരുന്നു ഞങ്ങൾ സ്നേഹത്തോടെ. ഈ വർഷം മുഴുവൻ സന്തോഷം നിറയട്ടെ, പുതിയ സ്വപ്നങ്ങൾ പൂവണിയട്ടെ, 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണട്ടെ. ഫ്രാൻസിസ് അസീസി ജന്മദിനാശംസകൾ. ഫ്രാൻസിസ് അസീസി ജന്മദിനാശംസകൾ.
ദേവതാരു പൂത്ത നാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ. ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു. മാലിട്ടെഴുതിയ നീലക്കിഴക്കണ്ണിൽ നീരോ ഇളം മാനോ ഒരു പുഷ്പം മാത്രം മുസാഫിയാരോ നഗർ ഒരു വളരെ സന്തോഷത്തോടു കൂടി ഒരു ദിവസം കൂടി കഴിച്ചുപോയി. വാസത്തിൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴോ നമ്മുടെ കേക്കിലൊക്കെ നാരങ്ങ മിഠായി പേനിലാവും ഒക്കെ കൂടി ഒരു നൊസ്റ്റാൾജിയ കൂടി, പിന്നെ അസീർബായിയുടെ സംസാരങ്ങളൊക്കെ കൂടി എല്ലാം കൊണ്ടും നല്ലൊരു ആഘോഷമായിരുന്നു. അപ്പൊ ഇതിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനി അസീർബായിക്ക് ഒരുപാട് കാലം ആരോഗ്യത്തോടുകൂടി ആയുഷോടുകൂടി ചേർന്ന് സർവീസിനോട് പ്രാർത്ഥിക്കുന്നു. അസീർബായിയുടെ ചെറിയൊരു പ്രാർത്ഥന ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എല്ലാത്തിനേക്കാൾ ഉപരിയായി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈശോ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എല്ലാത്തിനേക്കാൾ ഉപരിയായി, ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്കറിയാം അതിൻ്റെ പേര് പറയാനില്ലാത്തതാണ്, പക്ഷെ ഇതിലെ ഇവരോട്ടിരിക്കുന്നു. ശരിക്കും ഇതിലെ പത്ത് കറുത്ത സുഹൃത്തുക്കളുടെ എല്ലാവരും ഒരു ഇന്റർനാഷണൽ ടൂർണമെൻറ്റിൽ ജേതാവായതിനു ശേഷം കേരളത്തിൽ നമ്മുടെ നാട്ടിൽ വന്ന് ഒരു ടൂർണമെൻറ്റായിട്ട് വിടുന്നതാണ്. അപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് എനിക്ക് ബ്ലഡ് ടെസ്റ്റിന് പോകുന്നത്. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഡോക്ടറോട് പറയുന്നത് മനുഷ്യൻ്റെ ചിന്ത ഇത്ര നിസ്സാരമാണെന്ന് എനിക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ ഇങ്ങനെയാണ് തട്ടിവിട്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത കുഞ്ഞുമക്കളെ കൊണ്ട് എനിക്ക് സമ്മാനിപ്പിച്ചു. ഈ കസാരികളൊക്കെ പറയാം. എന്തായാലും ഞങ്ങളുടെ ചെറിയ വാക്കുകൾ, ചെറിയ സ്നേഹം, മിഠായിയുടെ പോലെ ചെറിയ സ്നേഹമാണ്. പക്ഷേ ആ മിഠായിയുടെ പേര് വേറുണ്ട്